عالم على سبيل الهدى പറയുകയാണ് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു നാട്ടിലില്ലാതെ വന്നാൽ അവിടെ ദുരന്തമുണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ പ്രിയമുള്ളവരെ ആലിമീങ്ങളുണ്ടല്ലോ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന അൽ-ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളായ ആലിമീങ്ങളുണ്ടല്ലോ. ആലിമീങ്ങൾ ഒരു നാട്ടിലില്ലാതെ വന്ന അവിടെ വിപത്തുകൾ ഇറങ്ങുമെന്ന് അവിടെ നിന്ന് പറഞ്ഞു വരുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാര്, ആലിമീങ്ങളുടെ മഹത്വം എന്താണ്, പവിത്രത എന്താണ്, സ്ഥാനം എന്താണ്, അവരാരാണ്, അവരെ സ്നേഹിച്ചാൽ, അവരെ ബഹുമാനിച്ചാൽ, അവർക്ക് ഭക്ഷണം കൊടുത്താൽ, അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താണെന്ന് നമ്മളിൽ പലർക്കും മനസ്സിലായിട്ടില്ല. പുതിയ തലമുറയുണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ കാരണവന്മാരുണ്ടല്ലോ, അവർക്ക് നിർബന്ധമായിരുന്നു എന്റെ കുടുംബത്തിൽ ഒരു ആലിമ വേണം. പഴയ വാപ്പമാർക്ക് നിർബന്ധമായിരുന്നു എന്റെ മക്കൾ 5 ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം ആലിമാകണം. എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന ഒരു മകന്, എന്റെ മയ്യത്ത് നമസ്കരിക്കാൻ അറിയുന്ന ഒരു മകന്, എന്റെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് യാസീനോദി ഖത്തമോദിയിട്ട് അല്ലാഹുവേ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു ആലിമായ മകൻ എന്റെ കുടുംബത്തിൽ വേണമെന്ന് പഴയ വാപ്പമാർക്ക് വല്ലാത്ത നിർബന്ധമായിരുന്നു. അങ്ങനെയല്ലല്ലോ, അല്ലാഹുവേ അങ്ങനെയല്ല. നമ്മുടെയൊക്കെ ആഗ്രഹം മക്കളെ ആലിമീങ്ങളാക്കണമെന്നല്ല. കാരണം അവർക്ക് ശമ്പളമില്ല, അവർക്ക് പൈസ കുറവാണ്, അവർക്ക് അടിച്ചു പൊളിച്ച് നടക്കാൻ കഴിയില്ല. പടച്ചവനെ പടച്ചറപ്പിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരാ ആലിമീങ്ങള്. ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാ ആലിമീങ്ങള്. നമ്മൾക്ക് അവരുടെ മഹത്വം അറിയില്ല, എങ്കിലും മഹത്വം അറിയുന്ന ഒരു വിഭാഗമുണ്ട്. പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഖബറാളികളുണ്ടല്ലോ. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പള്ളിക്കാരിൽ കിടക്കുന്ന ഖബറാളികൾക്കറിയാം ഉസ്താദിന്റെ മഹത്വം എന്താ, ആലിമീങ്ങളുടെ മഹത്വം എന്താ, ഇന്ന് പഠിക്കുന്ന ഒരു മനുഷ്യന്റെ മഹത്വം എന്താണ്. ജീവിച്ചിരിക്കുന്നവരിൽ അധികം പേർക്കും അറിയില്ലെങ്കിലും പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തുകൾക്ക് നല്ലതുപോലെ അറിയാം. കാരണം എന്തറിയുമോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഖബറാളികൾ ആഗ്രഹിക്കുമെന്നാണ്. അല്ലാഹുവേ ഒരു ആലിമ വന്നിരുന്നെങ്കിൽ, ഒരു ആലിമ ഈ പള്ളിപ്പറമ്പിലെ ഖബർസ്ഥാനിലൂടെ ഒന്ന് നടന്നു പോയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. ഖബറാളികൾ ആഗ്രഹിക്കുമെന്നാ. കാരണമെന്തെന്നറിയുമോ, ഖബർസ്ഥാനിലൂടെ ഒരു ആലിമ നടന്നു പോയാൽ ആ മനുഷ്യൻ നടന്നു പോയതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഖബറാളികൾക്ക് പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വരുമ്പോൾ ആലിമിന്റെ മഹത്വം, ആലിമിന്റെ പവർ. പ്രിയമുള്ളവരെ, പക്ഷേ നമ്മളിൽ പലർക്കും അത് തിരിയാറില്ല. അതുകൊണ്ടാണ് പുതിയ തലമുറ എന്റെ മകനെ ഡോക്ടറാക്കണം, എഞ്ചിനീയറാക്കണം, MA കാരനാക്കണം, ഡിഗ്രിക്കാരനാക്കണം, എല്ലാവരും ഗവൺമെന്റ് ജോലിക്കാരാകണം. ഇന്നത്തെ ഉമ്മയുടെയും വാപ്പയുടെയും ആഗ്രഹങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാവരും അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ്, അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടാണ്. ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ, നല്ല നല്ല ഉയരങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി എന്തിനാ മദ്രസയിൽ പോലും അരമണിക്കൂർ പഠിക്കാൻ വിടാൻ, മദ്രസയിൽ പോലും തന്റെ മക്കളെ ഒരു അരമണിക്കൂർ പഠിക്കാൻ വിടാൻ നമ്മളിൽ പലർക്കും സമയമില്ലാതെ വരുമ്പോ ആലിമിന്റെ മഹത്വം എന്നറിയുമോ, എന്താണ് ആലിമിന്റെ മഹത്വം എന്തെന്നറിയുമോ,
നിസാരമല്ല സഹോദരാ, വല്ലാത്ത മഹത്വമാണ്. അല്ലാഹു ആദരിച്ച മനുഷ്യനാണ് ആലിമ്, ആദരിച്ചവനാ ആലിമ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ. എല്ലാവർക്കും ഇൽമു പഠിക്കാൻ കഴിയില്ല, എല്ലാവർക്കും ഖുർആൻ കാണാതെ പഠിക്കാൻ കഴിയില്ല, എല്ലാവർക്കും മുത്തുനബിയുടെ ജീവിതം ഹദീസുകൾ അവിടുന്ന് പഠിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, കാരണം അല്ലാഹുവിന്റെ പ്രകാശമാണ്, അല്ലാഹുവിന്റെ നൂറാണ്. ഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖുൻ നൂറുല്ലാഹി ലാ യുഅതാ ലിഅസീഹി. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അല്ലാഹു അറിവ് കൊടുക്കൂ, അല്ലാഹു ഇൽമു കൊടുക്കൂ, അവരെ ആലിമീങ്ങളാക്കൂ. എന്റെ പ്രിയമുള്ളവരോട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ ഒരേ ഒരു ചരിത്രം മാത്രം ഞാൻ പറഞ്ഞു തരാ. ആലിമിന്റെ ചരിത്രം പറയട്ടെ. ആലിമിന്റെ ചരിത്രം പറയണ്ട, ആലിമിനെ സ്നേഹിച്ച മനുഷ്യന്റെ മഹത്വം ഞാൻ പറഞ്ഞു തരാ. എന്റെ പ്രിയമുള്ളവരെ, തൃപ്പനിച്ചി ഉസ്താദിന്റെ പേരാണ്. അല്ലാഹുവേ, ആ മഹാനവല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ്. നിങ്ങളുടെ സ്നേഹം വെറുതെയല്ല, നിങ്ങളുടെ സ്നേഹം വെറുതെയല്ല. ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാ. ഒരു ആലിമിനെ സ്നേഹിച്ച ഒരു മനുഷ്യന്റെ മഹത്വം പറയാ. ഒരു ചരിത്രം പറയുകയാണ്. ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഉസ്താദന്മാരെ സ്നേഹിക്കുന്നവര്, ഉസ്താദന്മാരെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവര്, ഉസ്താദന്മാരെ ആദരിക്കുന്നവര്, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമെന്ന് ഞാൻ പറഞ്ഞു തരാ. പറഞ്ഞു തരികയാണ്. ഒരു നാട്ടിന് മഴയില്ല, വല്ലാത്ത പ്രയാസത്തിലാണ്. വെള്ളം കിട്ടാതെ വരുമ്പോ മൃഗങ്ങൾക്കോ കുടിക്കാൻ വെള്ളമില്ല, എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ്. അവസാനം ജനങ്ങൾ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാ. മഴയില്ലാതെ വന്നപ്പോ കുടിക്കാൻ വെള്ളമില്ല, ജനങ്ങൾ മുഴുവനും വല്ലാത്ത പ്രയാസത്തില. ആ സമയത്ത് നാട്ടുകാര് മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി. എന്തിന്? അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതിന് വേണ്ടി ഒരു നാട്ടുകാര് മുഴുവനും ഒരുമിച്ച് കൂടി. അവസാനം എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ ഞങ്ങൾക്ക് നീ മഴ തരണം തമ്പുരാനെ. എല്ലാരും അല്ലാഹുവിനോട് ദുആ ചെയ്തു, പക്ഷെ മഴ പെയ്യുന്നില്ല. എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്തു, മഴ പെയ്യുന്നില്ല. എല്ലാവരും വല്ലാത്ത വേദനയിലായി. പടച്ചവനെ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ദുആ ചെയ്തിട്ട് പോലും മഴ കിട്ടിയില്ലല്ലോ അല്ലാഹ്. എല്ലാവരും വലിയ പ്രയാസത്തില. അങ്ങനെ എല്ലാവരും വളരെ ദുഃഖത്തോടു കൂടി നിൽക്കുമ്പോ ഒരു പാവപ്പെട്ട ഒരു പ്രായമുള്ള മനുഷ്യൻ ഇങ്ങനെ നടന്നു വരിക. ഒരു പ്രായം ചെന്ന ആരുമൊന്നുമല്ല, ഒരു സാധുവായ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുന്നു. അപ്പൊ ജനങ്ങളൊക്കെ ഇങ്ങനെ പ്രയാസത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? എല്ലാരും വല്ലാത്ത ദുഃഖത്തിലാണല്ലോ, എന്റെ പ്രയാസം? അവിടുന്ന് പറഞ്ഞു, ഞങ്ങൾക്കും മഴയില്ല, ഞങ്ങൾ എല്ലാവരും മഴ കിട്ടുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തു, പക്ഷെ മഴ കിട്ടിയില്ല, അതിന്റെ പ്രയാസത്തിൽ നിൽക്കുകയാണ്. ഈ പ്രായം ചെന്ന മനുഷ്യൻ ചോദിച്ചു, ഞാനൊന്ന് ദുആ ചെയ്യട്ടെ. ഈ മനുഷ്യൻ ചോദിച്ചു, ഞാനൊന്ന് ദുആ ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളാണെങ്കിൽ എന്ത് ചിന്തിക്കും? പിന്നെ ഇപ്പൊ എളുപ്പം മറിക്കാൻ പോയില്ല, നമ്മളെങ്ങനെ ചിന്തിക്കാം? ഇവനിപ്പോ ഇത്രയും പേര് ചെയ്തിട്ടെങ്കിൽ ഇയാള് മാത്രം ചെയ്തിട്ട് എന്ത് കിട്ടാൻ? പക്ഷെ ആ ജനങ്ങൾ പറഞ്ഞു, ചെയ്തോ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ പ്രായം ചെന്ന മനുഷ്യൻ 2 റക്അത്ത് നമസ്കരിച്ചു. ആ പ്രായം ചെന്ന മനുഷ്യൻ 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് തന്റെ ഇരുകരങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തുകയാണ്. 2 കൈയും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ബിഹഖി മാ ഫീ റഅസി. അല്ലാഹുവേ, എന്റെ കണ്ണുണ്ടല്ലോ, എന്റെ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് ഇവർക്ക് മഴ കൊടുക്കണേ അല്ലാഹ്.